നമുക്കൊപ്പം നമ്മളിപ്പോൾ ചേരുകയാണ്. അതായത് കഴിഞ്ഞ 22 ദിവസമായി ഇത്തരത്തിൽ ഈ ഒരു സമരം ഇവർ തുടരുകയാണ്. ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ ഈ വിഷയം ഭരണപക്ഷം ഉന്നയിച്ചപ്പോൾ പോലും തന്നെ 14,000 രൂപ വരെ കൈപ്പറ്റുന്ന ആശാവർക്കർമാരുണ്ട് എന്നുള്ള പതിവ് പല്ലവി മാത്രമാണ് എന്നും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോഴും ചില കാര്യങ്ങളിലെങ്കിൽ പോലും തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒന്നും തന്നെ സർക്കാർ തയ്യാറാത്ത സമീപനം. എങ്ങനെയാണ് ഈ സമരത്തെ നോക്കുക? അതെ, 22 വർഷമായി ആശാപ്രവർത്തകർ ഇവിടെ വെയിലും മഴയും മഞ്ഞും കൊണ്ട് സമരം നടത്തുകയാണ്. പക്ഷേ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയുടെ ആളുകൾ ഇത് കണ്ടിട്ടില്ല. ഈ സ്ത്രീകൾ ഇങ്ങനെ സമരം നടത്തുന്നത് ഈ നാട്ടിലെ 26,000 തൊഴിലാളികളെ പ്രതിനിധീകരിച്ചുള്ള ഒരു വിഭാഗമാണ് ഇവിടെ. പക്ഷേ ആ സമരത്തിനെ അപഹസിക്കാനും പരിഹസിക്കുവാനാണ് ഒരു തൊഴിലാളി വർഗ സർക്കാർ തയ്യാറായിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. നിങ്ങൾ എങ്ങനെ തൊഴിലാളി വർഗമായി, നിങ്ങൾ എങ്ങനെ ഇടതുപക്ഷമായി എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. അന്നും 2014 ഇവർ സമരം ചെയ്തിരുന്നു CPM. അന്നിവിടെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അന്ന് ആവിയായി പോയിരുന്നു. 100 കോടി രൂപയോളം ഇതുമായി ബന്ധപ്പെട്ട വിഹിതം ലഭ്യമാകാനുണ്ട്. അത് സമയബന്ധമായി നൽകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇത് വൈകുന്നതെന്നുള്ള കാര്യമാണ്. അല്ല, സമയം അത് വാങ്ങിയെടുക്കേണ്ട ഉത്തരവാദിത്ത മാർഗമാണ്. അത് ഇവർ പറയുമ്പോഴാണോ ഇത് പറയുന്നത്? എല്ലാ സംഗതി പറയുമ്പോഴും ഇവർ കേന്ദ്ര ഗവൺമെന്റിന് വിഹിതമുണ്ട് എന്നാണ് പറയുന്നത്. അത് വാങ്ങിയെടുക്കട്ടെ, ആ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണം. അതിലൊന്നും നമുക്ക് തർക്കമല്ല. അതിനെതിരെ കേന്ദ്രത്തിനെതിരെയും കൂടി ഞങ്ങൾ ശക്തമായിട്ട് പറയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ 60% കൊടുക്കേണ്ടത് അവർ തന്നെയാണ്. അവർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വലിയ നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. അത് ചെയ്യണം. പിരിഞ്ഞു പോകുമ്പോൾ ഇവർക്കൊരു ആനുകൂല്യം, തൊഴിലാളികളായിട്ട് ഇവരെ പരിഗണിക്കണം. ആ പരിഗണിക്കുക എന്നുള്ളതാണ് ആവശ്യം.